ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം പ്ലാന്റ്സ് ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് കാണിച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞത് മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റിയും വേണം, സ്നേക്ക് പ്ലാന്റും വേണം. ഇപ്പോൾ ഇത് ദൂരോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലൈറ്റിൽ, അതുകൊണ്ട് അതിന് സൈസ് ഒരുപാട് കൂടരുതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് അതുപോലെ മണി പ്ലാന്റ് അങ്ങനത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റെഡ് കളർ സിങ്കോണിയൊന്നും അത്രയും നന്നായിരിക്കില്ല, ഇതുപോലെ ഗ്രീൻ കളർ കൂടുതലുള്ളതായിരിക്കും വീടിനകത്ത് നന്നായിട്ട് നിൽക്കുന്നത്. എന്നാലും ആഴ്ചയിൽ ഒരിക്കലും അതിനെ വെട്ടം കാണിക്കണം, ഫോട്ടോസിന്തസിസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചെടി സെലക്ട് ചെയ്യാം. ചെടിയുടെ സൈസ് കാണിച്ചേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെൻ വെച്ചിട്ടാണ് സൈസ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം തീരെ വലിപ്പം കുറവ് വേണമെന്ന് പറഞ്ഞായിരുന്നു. പാക്ക് ചെയ്തിട്ട് ഇതുപോലെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പെന്നിൻ്റെ വലിപ്പത്തുള്ളത് അത് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ് കൂടുതൽ സെലക്ട് ചെയ്തത്. എന്നിട്ട് ചെറിയൊരു ബോക്സിനകത്ത് വരുന്നതാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കൊടുത്തു വിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കൊക്കോപിറ്റ് മാത്രമായിരിക്കണം. നമ്മളതിനകത്ത് സോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണുണ്ടെങ്കിൽ അതിനകത്ത് അവർ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കൊക്കോപിറ്റ് മാത്രമായിട്ട് നമ്മൾ മേടിച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ജിഫി പാക്കിനകത്ത് ചെയ്യാം. ഇപ്പം അതുപോലെ അതിനെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബയോ ഇൻഗ്രെഡിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ലുലു മാളിൽ നിന്നോ അല്ലെങ്കിൽ മാളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് യൂസ് ചെയ്താലും മതി. ഞാൻ കൂടുതലും അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴത്തേക്കും മണ്ണിലേക്ക് നേരെ ഇറക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ദ്രവിച്ച് പൊക്കോളും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനകത്തും ഇതുപോലെ കൊക്കോപിറ്റ് നിറച്ച് ചകിരിച്ചോറ് നിറച്ചിട്ട് അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് അതിനകത്ത് നിറച്ചിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് മുകൾവശം ഇനി കവർ ചെയ്യാനുണ്ട്. മുകൾവശത്തെ ഓരോ ലീഫും പോകാതിരിക്കാനായിട്ട് ലീഫുകളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ഓരോ ലീഫും പോകത്തില്ലാത്ത രീതിയിൽ നന്നായിട്ട് പേപ്പറിനകത്ത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നനവിൽ അവിടെ ചെല്ലുന്നത് വരെയുള്ള ഇത് നിൽക്കുകയും ചെയ്തോളും. പിന്നെ DTDC വഴിയാണ് ഇപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം എടുക്കത്തുള്ളൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടി അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതുപോലെ സ്നേക്ക് പ്ലാന്റ്, കൂടുതലും സ്നേക്ക് പ്ലാന്റ് ആയതുകൊണ്ട് അതങ്ങനെ നശിച്ച് പോവുകയില്ല, ഇലകളൊന്നും പെട്ടെന്ന് പോകത്തില്ല. എല്ലാം ലോങ് ലാസ്റ്റ് നിൽക്കുന്ന ചെടികൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്നേക്ക് പ്ലാന്റിന് തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. മിക്കതും ഡാർഫാണ്, അതിനകത്ത് തന്നെ ഡിസൈൻ ഉള്ളത്, ഡിസൈൻ ഇല്ലാത്തത്, യെല്ലോ കളർ ഉള്ളത്, അങ്ങനെ കുറേ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും മണി പ്ലാന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് മണി പ്ലാന്റ് ആണ് കൂടുതലുള്ളത്. അയക്കാനുള്ള ബോക്സ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മേടിച്ചെടുക്കാം. ഇത് അങ്ങനെയല്ല, ഞാൻ ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്ന് കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ഒന്ന് വെച്ച് നോക്കും. അപ്പോൾ ഇത് ഓക്കെയാണ്, ആവശ്യമുള്ള സ്പേസ് കിട്ടും. ബോക്സിന് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കണം, കാരണം നമ്മൾ ഇതിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹോളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് സെല്ലോ ടേപ്പ് പൊട്ടിച്ചതിൻ്റെ മേളിൽ കൂടിയാണ് ഞാൻ ഹോളിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഫുൾ ടൈം ജോബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.